എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മൾ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള വീഡിയോസ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുവാണ്. അതായത് ഷോർട്സ് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ അനൗൺസ്മെൻ്റൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇൻട്രോ വെബിനാർ കഴിഞ്ഞ ഞായറാഴ്ച. അപ്പോൾ അതിൻ്റെ ഒരു ഓൺലൈൻ സൂം ക്ലാസ് വരുന്ന ഞായറാഴ്ച ഓഗസ്റ്റ് 3-ാം തീയതി രാവിലെ 10 മണിക്ക് തുടങ്ങുന്നതാണ്. അപ്പം ഈ ഇൻട്രോ വെബിനാർ നിങ്ങൾ അഥവാ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ അതിൽ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് വളരെ ഷോർട്ടായിട്ട് ഇതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നു. അതായത് ഈ റിലേഷൻഷിപ്പ്, അതായത് ഈ ബന്ധങ്ങൾ, നമ്മളുടെ ബന്ധുക്കളുടെ ഇടയിൽ എങ്ങനെയാണ് നമ്മൾ എല്ലാവരുടെ കൂടെയും ഒത്തുപോയി എങ്ങനെയാണ് ജീവിക്കുന്നതെന്നുള്ളത് നമുക്ക് അറിയണം. എന്താണെന്ന് വെച്ചാൽ പണ്ടൊക്കെ ഇത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നു, ആളുകളുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഇത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് വന്ന് ആർക്കും ആരോടെയും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതി. അത് ഇനി കലിയുഗത്തിൻ്റെ കലിമുറ്റി വരുന്നതിൻ്റെ ഒരു കാരണമാണോ എന്തുവാണോ നമുക്കറിഞ്ഞൂടാ. പക്ഷേ അതിൽ പല കാരണങ്ങളുണ്ട്, ഇല്ല എന്നല്ല, അറിയാൻ വയ്യാത്ത കൊണ്ടല്ല. പക്ഷേ കാണുന്ന സ്ഥലത്തെല്ലാം ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് പാളിച്ചകൾ വരുന്നുണ്ട്. അപ്പം ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് തന്നെ അതൊരു കണ്ണാടി പോലെയാണ്. ഇപ്പം മുഖം നോക്കുന്ന ഒരു ചെറിയ കണ്ണാടിയുണ്ട്. ആ കണ്ണാടിയിൽ ഒരു പൊട്ടലുണ്ടായാൽ പിന്നെ നമുക്ക് ആ കണ്ണാടി ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുപോലെയാണ് നമ്മുടെ റിലേഷൻഷിപ്പ്. അത് ആരുടെ കൂടെയാണെങ്കിലും ശരി. അതായത് പണ്ടൊക്കെ ഈ ബന്ധങ്ങളിനെ കുറിച്ചൊക്കെ പറയുമ്പം എല്ലാവർക്കും ഒരേ ഒരു സംസാരമായിരുന്നു. അമ്മായിയുടെയും മരുമോടെയും പോര്, അമ്മായിയമ്മയ്ക്കും മരുമോക്കും ചേരുന്നില്ല എന്നുള്ളത്. ഇപ്പം അങ്ങനല്ല. എന്നെ കേട്ടാൽ അമ്മായിയമ്മയും മരുമോളും ഒരുപാട് ഒത്തുപോകുന്നുണ്ട് ഇക്കാലത്ത്. ഇപ്പം അതിനാണ് ഈ കലിയുഗത്തിൻ്റെ ഒരു പ്രത്യേകതയാണോ എന്ന് ഞാൻ ചിന്തിച്ചു പോയത്. അതായത് ഈ പണ്ട് നടന്നതിൻ്റെ എല്ലാം വിരുദ്ധമായിട്ടാണ് ഇക്കാലത്ത് നടക്കുന്നത്. അമ്മയ്ക്കും മോക്കും ഒത്തുവരുന്നില്ല, അച്ഛനും മോനും ഒത്തുവരുന്നില്ല, ഓഫീസിൽ ബോസിൻ്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മളുടെ കൂടെ ഉള്ള സഹപ്രവർത്തകர்களോടെ നമുക്ക് ഒത്തുവരുന്നില്ല, അയലോക്കത്തുകാരൻ്റെ കൂടെ ശരിയാവുന്നില്ല. അങ്ങനെ എല്ലായിടത്തും നമുക്ക് പ്രശ്നങ്ങളോട് പ്രശ്നം. അപ്പോൾ ഇതിനൊക്കെ പല കാരണങ്ങളുണ്ട്. അപ്പം ഈ വരുന്ന ഞായറാഴ്ച ഓൺലൈൻ ക്ലാസ്സിൽ ഈ പ്രശ്നങ്ങളെല്ലാം നമ്മൾ പരിഗണിക്കാനുള്ള വഴികൾ കണ്ടെത്തും. ഓക്കെ, അതിനകത്ത് ഒരുപാട് ടിപ്സുകൾ നമ്മൾ ചർച്ച ചെയ്യും. ഈ നമ്മുടെ ഭാഗത്തുനിന്ന് യാതൊരു പാളിച്ചയും വരാത്ത രീതിയിൽ നമ്മൾ എങ്ങനെ പെരുമാറണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യും. അതുമാത്രമല്ല, ഞാൻ സ്ഥിരം എല്ലാവർക്കും എപ്പോഴും പറയുന്ന ചില കാര്യങ്ങളുണ്ട്. നേരത്തെ എൻ്റെ ചക്ര ഹീലിംഗ് ഫോർ ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് മെൻ്റൽ ഹെൽത്ത് എന്നുള്ള ക്ലാസ് 4 ദിവസം നല്ല രീതിയിൽ പോയി. അപ്പം അതിലൊക്കെ പങ്കെടുത്തവർക്ക് ഇതിനെക്കുറിച്ച് കുറച്ചും കൂടെ ഗ്രാഹ്യം കാണും. ഇത് അല്ലാത്തവർക്കാണ്, പുതിയതായിട്ട് ചേരാൻ പോകുന്നവർക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതായത് നമുക്ക് പഞ്ചഭൂത സമനക്രിയ, അതായത് പഞ്ചഭൂത പ്രാർത്ഥന, നവഗ്രഹങ്ങളുടെ പ്രാർത്ഥന, പിതൃക്കളുടെ പ്രാർത്ഥന, പിന്നെ നമ്മുടെ കുലദൈവത്തിൻ്റെ പ്രാർത്ഥന, അല്ലാതെ പ്രപഞ്ച പ്രാർത്ഥന, ഇങ്ങനെ ചില പ്രാർത്ഥനകളൊക്കെ ഞാൻ പറഞ്ഞു തരും. എന്നുവെച്ചാൽ അത് ഞാൻ ദിവസവും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് നന്മകളേ ഉണ്ടായിട്ടുള്ളൂ. അപ്പം ഇതൊക്കെ കോമണാണ്. ഇത് ഏത് റിലിജനും ഏത് മതത്തിനും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു അല്ല. ഇത് കോമണാണ്. ആർക്കും, ആണിനും പെണ്ണിനും, ഏത് മതമാണെങ്കിലും ഏത് റിലിജനെ ഫോളോ ചെയ്താലും, ദൈവവിശ്വാസിയാണെങ്കിലും അല്ലെങ്കിലും ആർക്കും പ്രയോജനപ്പെടുന്ന പോലെ ഉള്ള ചില പ്രാർത്ഥനകളാണ് ഇത്. ഇതെല്ലാം കോമണാണ്. ഓക്കെ, അപ്പം അതെല്ലാം നമ്മൾ പഠിക്കും. അതിന് പിന്നെ ഈ ടിപ്സുകൾ എന്ന് വെച്ചാൽ നമ്മുടെ പുതിയ ഈ മുളച്ച് വരുന്ന ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഉള്ള അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യും. അതിനെക്കുറിച്ച് ചില ഡിസിഷൻസ് നമ്മൾ എടുക്കും. എന്നുവെച്ചാൽ ചില ഡിസിഷൻസ് എടുത്താൽ മാത്രമേ അതിനെ നമ്മളുടെ ലൈഫിൽ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനൊക്കും, പ്രാക്ടീസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിയണം. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിന് പിന്നെ ചക്ര ഹീലിംഗ്
വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം പ്രാണിക് ബോഡി എന്ന് വെച്ചാൽ എന്തുവാ, നാഡികൾ എന്ന് വെച്ചാൽ എന്തുവാ, ചക്രാസ് എന്ന് വെച്ചാൽ എന്തുവാ, ഏതേത് ചക്രങ്ങളെ ഹീൽ ചെയ്താൽ നമുക്ക് ഈ റിലേഷൻഷിപ്പ് മെച്ചപ്പെട്ടു വരും എന്നൊക്കെ നമ്മൾ അതിനകത്ത് പഠിക്കാൻ പോകുന്നു. അതുമാത്രമല്ല, എനിക്ക് നല്ല ഒരു യന്ത്രം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ഇതിനകത്ത് പറഞ്ഞു തരും. അതായത് ആ യന്ത്രത്തെ വെച്ചുകൊണ്ട് എങ്ങനെ പൂജിക്കാം, അതിന് ഉരുവേറ്റണം, അതിന് എനർജി നൽകണം. അപ്പോൾ അതിൻ്റെ ടെക്നിക്കെല്ലാം ഞാൻ പറഞ്ഞു തരും. പിന്നെ ആ യന്ത്രം നിങ്ങൾക്ക് ഞാൻ പോസ്റ്റൽ വഴി അയച്ചു തരും. അതിൻ്റെ അടിക്കുറിപ്പോട് കൂടി അതിനെ എങ്ങനെ 21 ദിവസം എനർജൈസ് ചെയ്യേണ്ടി എന്നുള്ള ഒരു നോട്ട്സോടുകൂടി നിങ്ങൾക്ക് അതും കൂടെ പോസ്റ്റൽ വഴി അയച്ചു തരും. ഓക്കെ, അപ്പോൾ അത് കിട്ടിയാലേ നിങ്ങൾക്ക് ഉടൻ തന്നെ അതിനെ വെച്ച് പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അങ്ങനെ ഈ പല കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേരാം. അല്ല, എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല, ഞാനും എൻ്റെ അമ്മയും അച്ഛനും മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാനും എൻ്റെ ഭർത്താവും മാത്രമേ ഉള്ളൂ, നമ്മൾ തമ്മിൽ അങ്ങനെ വലിയ അടിയും പിടിയും ഒന്നും ഇല്ല, എങ്ങനെയോ ഒത്തുപോകുന്നു എന്നുണ്ടെങ്കിൽ വളരെ സന്തോഷം. നിങ്ങളുടെ സർക്കിളിൽ, നിങ്ങളെ ചുറ്റിയുള്ളവരിൽ ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ പ്രയാസങ്ങളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ലിങ്ക് അയച്ചു കൊടുക്കുക. നമുക്ക് അവരെ ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല ഒരു ക്ലാസ് എടുക്കണമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ലിങ്ക് ക്ലിക്ക് ചെയ്യുക, ഈ വീഡിയോ മൊത്തം കാണുക. പേയ്മെൻറ്റ് ലിങ്കുണ്ട്, പേയ്മെൻറ്റ് അയച്ചിട്ട് നിങ്ങളുടെ പേരും വാട്സപ്പ് നമ്പറും ഇമെയിൽ ഐ ഡിയും കറക്റ്റ് ഇമെയിൽ ഐ ഡിയും കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ 2-ാം തീയതി വൈകുന്നേരം ഈ സൂം ലിങ്കിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തരാൻ പറ്റത്തുള്ളൂ. അപ്പം ബാക്കി കാര്യങ്ങൾ 3-ാം തീയതി രാവിലെ 10 മണിക്ക് ക്ലാസ്സിൽ വെച്ച് കാണാം. Okay, see you, bye.